പെരിഞ്ഞനത്ത് കൗതുക കാഴ്ചയായി കൃത്രിമ ആന. പെരിഞ്ഞനം സ്വദേശി മധുവാണ് 8.5 അടി ഉയരമുള്ള ആനയെ നിർമ്മിച്ചത്. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിച്ചിറാട്ടിൽ ദേവിദാസൻ. 8.5 അടി പൊക്കവും 10 അടി നീളമുള്ള ദേവിദാസന്റെ അടുത്ത് ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയുമാട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫിയും എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിച്ചിറാട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ച് 1 വർഷത്തോളം എടുത്താണ് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4.5 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇതുണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ഒരു കൊല്ലവും 28 ദിവസം പിടിച്ചു. ഈ മെറ്റീരിയൽ സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, വെൽഡിങ്, ഇതിനും 3നും വേറെ ആൾക്കാരെ ഹെൽപ്പ് മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഈ അമ്പലത്തിലാണ്. നമ്മുടെ തട്ടകാണ് ശ്രീപള്ളി ഭഗവതി ദേവിഡിന്. അതുകൊണ്ട് തന്നെ പേര് തന്നെ ഇട്ടിരിക്കുന്നത് ദേവിദാസൻ എന്നാണ്. കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായിട്ടുണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. TCV ന്യൂസ്, കയ്പമംഗലം.